സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠഭാഗമായ ചട്പട്ട് ഔർ നട്ഖട്ട് എന്ന് പറയുന്ന കഥയുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമ്മളൊരു 3 വീഡിയോകളിലായിട്ട് 9ാം ക്ലാസ്സിൻ്റെ ഈ പാഠഭാഗത്തിൻ്റെ മുഴുവനായിട്ടുള്ള ആശയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. और बड़े को तो छोटे का ध्यान रखना ही पड़ता है. माँ के इस कथन से आप क्या समझते हैं? വലിയവരല്ലേ ചെറിയവരെ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ചെറിയവരെ ശ്രദ്ധിക്കേണ്ടത്. അമ്മയുടെ ഈ പറച്ചിലിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം അല്ലേ. ചെറിയ കുട്ടികളെ, ചെറിയ ആളുകളെ എപ്പോഴും മുതിർന്നവരാണ് പരിഗണിക്കുക, അവരെ ശ്രദ്ധിക്കുക. അപ്പം അതിനെക്കുറിച്ച് എന്താണ് ആൻസർ പറയാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. माँ के इस कथन से यह समझ आता है कि बड़े भाई का कर्तव्य होता है कि वह छोटे भाई की सुरक्षा और देखभाल करें. माँ के इस कथन से അമ്മയുടെ ഈ പറച്ചിൽ നിന്നും यह समझ आता है कि ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തെന്നാൽ ബഡേ ഭായി കാ കർത്തവ്യ ഹോത്താ ഹെ, മൂത്ത സഹോദരൻ്റെ കർത്തവ്യമാണ്. കി എന്തെന്നാൽ വഹ ചോട്ടെ ഭായിക്ക് സുരക്ഷ, ചെറിയ സഹോദരൻ്റെ സുരക്ഷയും അവർ ദേഖ്ഭാൽ സംരക്ഷണവും അവനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത്. യഹ പരിവാർ മേ ബഡേ और छोटे का बीच जिम्मेदारी और स्नेह का एक महत्वपूर्ण संदेश है. ഇത് കുടുംബത്തിലെ ബഡേ और छोटे के बीच, വലിയവരും ചെറിയവരുടെയും ഇടയിലുള്ള ജിമ്മേദാരി, ഉത്തരവാദിത്വത്തിൻ്റെയും അവർ അതുപോലെ തന്നെ സ്നേഹിക്ക ഏക്ക്, സ്നേഹത്തിൻ്റെയും ഒരു മഹത്വപൂർണമായിട്ടുള്ള ഒരു സന്ദേശമാണ്. മാ ചാഹത്തി ഹെ കി, അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. കി എന്തെന്നാൽ ചട്പട്ട് സമച്ചേ കി ഉസേ നട്കട്ട് ഖാ ധ്യാൻ രഖ്ന ഉസ്കി ജിമ്മേദാരി ഹെ. ചട്പട്ട് മനസ്സിലാക്കും എന്തെന്നാൽ നട്കടിനെ ശ്രദ്ധിക്കേണ്ടത് മൂത്ത സഹോദരനായ ചട്പടിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അവൻ മനസ്സിലാക്കുമെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അമ്മ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് നട്കട്ട് കുച്ച് ജ്യാദ ഹി നട്കട്ട് ഹെ, ഐസാ ക്യോं കഹാ ഗയാ ഹെ. നട്കട് തികച്ചും ഒരു വികൃതി തന്നെ, കൂടുതൽ വികൃതിയുള്ള ഒരാളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നട്കട് ഒരു നട്കടാണ് എന്നിവിടെ പറയാനുണ്ടായ കാരണം എന്തുകൊണ്ടായിരിക്കുമെന്ന്. യഥാർത്ഥത്തിൽ നട്കടി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വളരെ വികൃതിയായ എന്നുള്ളൊരു അർത്ഥമുണ്ട് കേട്ടോ. ആ കൊച്ചു സഹോദരനായ നട്കടിൻ്റെ കുസൃതികളെല്ലാം നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പം അത് തന്നെയാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. നട്കട് കുച്ച് ജ്യാദ ഹി നട്കട് ഹെ, നട്കട് തികച്ചും ഒരു വികൃതി കുട്ടി തന്നെയാണ്. എയ്സാ ഇസ്ലിയെ കഹാ ഗയ, എപ്രകാരം പറയുന്നത് എന്തുകൊണ്ടാണെന്നാൽ ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ നട്കട് ഹമേഷ ഖേൽ അവർ മസ്തിമേ രഹത്താ ഥാ, നട്കട് എപ്പോഴും തന്നെ കളിയിലും ആനന്ദത്തിലും മുഴുകിയിരിക്കാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലൊക്കെ അവനിങ്ങനെ അല്പനേരം വിശ്രമിച്ചും നിന്നും കണ്ട് കായികനികളൊക്കെ പറിച്ചിട്ടൊക്കെയാണ് അല്ലേ. അവൻ വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു. ഓഹ് രാസ്തമേ പോക്കർക്കെ പാനിമേ മച്ചലിയാൻ ദേഖ്ത, അവൻ പോകുന്ന വഴിയിലെല്ലാം കുളത്തിലെ വെള്ളത്തിലെ മീനുകളെ നോക്കിക്കൊണ്ട് നിൽക്കുക. ബർഗതിക്ക് ജഡോം പർ ചൂൽത്ത, ആൽമരത്തിൻ്റെ വേരിൽ വള്ളിയിൽ പിടിച്ച് ഊഞ്ഞാലാടുക. അവർ ഖേത്തോമേ ഖാനയ്ക്ക് ചീസേ ഗോജിത്ത, വയലുകളിൽ ഭക്ഷിക്കാനുള്ള വസ്തുക്കൾ തിരയുക. ഇതെല്ലാം അവൻ ചെയ്യുമായിരുന്നു. ഉസ്കി യഹി ശരാരത്തെയും, അവൻ്റെ ഈ എല്ലാ വികൃതികളും അവർ ധീമി ഗതീസെ ചലന, പിന്നെയോ അവൻ പതുക്കെ പതുക്കെയാണ് നടക്കുക. ചട്പടുക്കോ പരേശാൻ കർത്തീതി, പലപ്പോഴും സഹോദരനായ ചട്പടിനെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് നട്കട് തികച്ചും ഒരു നട്കട് തന്നെയാണെന്ന് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കപ്പടെ സുഖാനെ കെ ലിയെ ദോനോ ഭായിയോനെ ഏക് ഉപായ് കിയ, അവർ ക്യാ ക്യാ ഉപായ് ഹോ സക്തേ ഹൈ. എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ? കപ്പടെ സുഖാനെ കെ ലിയെ, വസ്ത്രം ഉണക്കാൻ വേണ്ടി ദോനോ ഭായിയോനെ, 2 സഹോദരന്മാരും ഏക് ഉപായ് കിയ, ഒരു മാർഗം കണ്ടെത്തി അല്ലെങ്കിൽ ഒരു ഉപായം നിർദ്ദേശിച്ചു. അപ്പോൾ ആ ഉപായം എന്താണെന്ന് നമുക്കറിയാം. അവർ ഓടിയിട്ടാണ് അവരുടെ വസ്ത്രം ഉണക്കുന്നത് അല്ലേ. അവർ ക്യാ ക്യാ ഉപായ് ഹോ സക്തേ ഹേ, ഇനി മറ്റെന്തെല്ലാം ഉപായങ്ങളുണ്ട്, ഇതുപോലെ വസ്ത്രം ഉണക്കാനുള്ള മറ്റെന്തെല്ലാം ഉപായങ്ങളുണ്ട് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ധൂപ് മേ ബൈഠന, വെയിലിലിരിക്കുക അല്ലേ. വേ കിസി ഖുലേ സ്ഥാൻ പർ ധൂപ് മേ ബൈഠ് സക്തേ ദേ, ഏതെങ്കിലും ഒരു തുറസായ സ്ഥലത്ത് നമ്മൾ വെയിലിലിരിക്കുകയായിരുന്നെങ്കിൽ ജിസ്സെ സൂരജിക്ക് ഗർമീസെ, സൂര്യൻ്റെ വെയിലേറ്റ് കപ്പടെ ജൽദി സുക്ക് ജാത്തെ, വസ്ത്രം പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. അതുപോലെ ഹവാമേ ചുലാന,
वे अपने कपड़े किसी पेड़ की शाखा पर या किसी अन्य ऊंची जगह पर लटकाकर हवा में सूखने के लिए छोड़ सकते थे. ഇനിയിപ്പോൾ വസ്ത്രം ഉണക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണല്ലോ ചോദിച്ചിരിക്കുന്നത്. തങ്ങളുടെ വസ്ത്രം പേടിക്ക് ശാഖാപ്പർ മരത്തിൻ്റെ എന്തെങ്കിലും കൊമ്പിലോ അല്ലെങ്കിൽ അന്യ ഊഞ്ചി ജഗപ്പർ എന്തെങ്കിലും ഉയരത്തിലുള്ള സ്ഥലത്തോ ലടക്കാക്കർ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഹവാമേൻ സുക്കിനേക്കേലി ചോദിച്ച് നമുക്ക് കാറ്റത്തിങ്ങനെ ഉണങ്ങിക്കിട്ടും. കപ്പടോങ്കോ നിച്ചോടിന വസ്ത്രങ്ങൾ പിഴിയുന്നതിലൂടെ പെട്ടെന്ന് നമുക്ക് ഉണങ്ങാനായിട്ട് സാധിക്കും. പഹലെ കപ്പടോങ്കോ അച്ചി തരഹസെ നിച്ചോടുക്കർ അതിരിക്ത് പാനി നികാൽ സക്തേതേ. ആദ്യം വസ്ത്രങ്ങളെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കളഞ്ഞാൽ ഫിർ ധൂബിയ ഹവാമേ സുഖാ സക്തേതേ. പിന്നെ കാറ്റോ വെയിലോ കൊണ്ടു കഴിഞ്ഞാൽ വേഗം തന്നെ വസ്ത്രം ഉണങ്ങിക്കിട്ടും. നെക്സ്റ്റ് പങ്കേക്ക ഉപയോഗം, ഫാനിൻ്റെ ഉപയോഗം. യദി വേ കിസി കമരേമേ ഹോത്തെ ഏതെങ്കിലും ഒരു പക്ഷേ ഒരു മുറിയിലാണെങ്കിൽ തോ പങ്കേക്ക ഉപായി കർ സക്തേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫാനിൻ്റെ ഉപയോഗത്താൽ കപ്പടെ ജൽദി സുഖ് ജായേം, വസ്ത്രം പെട്ടെന്ന് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒട്ടനവധി മാർഗങ്ങളുണ്ട്. നമ്മൾ വളരെ സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നനഞ്ഞ വസ്ത്രം ഉണക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കഹാനിക്ക് പാത്രോംക്ക് വിശേഷതായും ഭജാനെ സഹി മിലാങ്കരെ. കഥയിലെ കഥാപാത്രങ്ങളുടെ വിശേഷതകൾ തിരിച്ചടഞ്ഞ് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ബോക്സിൽ നെറ്റ്കഡ് എന്നും ചട്പഡ് എന്നും തന്നിട്ടുണ്ട്. അവർക്ക് ചേരുന്ന സെൻറ്റൻസുകൾ അപ്പുറം നിന്ന് എടുത്തെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നേരെയാക്കി എഴുതുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം നെറ്റ്കഡിനെ നോക്കാം. നെറ്റ്കഡ് കോ, നെറ്റ്കഡിന് ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കിയേ. കാഗസ് കി നാവ് ബനാന ആത്താ ഹേ. കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയാമായിരുന്നു. അത് കറക്റ്റായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ഇനി അടുത്ത സെൻറ്റൻസ് നദീമേൻ തൈർന ആത്താഹേ എന്നാണ്. നദിയിൽ നീന്താൻ അറിയാമായിരുന്നു. അത് ആർക്കാണ്? നമ്മുടെ നെറ്റ്കഡിനല്ല, ചട്പടിനാണ്. അപ്പം ചട്പടുക്കോ നദീമേൻ തൈർന ആത്താഹേ എന്നാക്കണം. മൂന്നാമത്തത് ബാഗ് സെ ആം തോടുത്താഹേ. തോട്ടത്തിൽ നിന്ന് മാങ്ങ പറിക്കാറുണ്ടായിരുന്നത് ആരാണ്? നെറ്റ്കഡാണ്. നെറ്റ്കഡ് ബാഗ് സെ ആം തോടുത്താഹേ എന്നാവണം. അടുത്തത് മാസെ ശിക്കായത്ത് കർത്താഹേ. അമ്മയോട് പരാതി പറയുന്നത് ആരാണ്? ചട്പടാണ്. ചട്പട് മാസെ ശിക്കായത്ത് കർത്താഹേ എന്നെഴുതണം. ബർഗതിക്ക് ജടയും പകടുക്കർ ചൂലാ ചുൽത്താഹേ. ആൽമരത്തിൽ പിടിച്ച് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത് ആരായിരുന്നു? നെറ്റ്കഡാണ്. നെറ്റ്കഡ് ബർഗതിക്ക് ജടയും പകടുക്കർ ചൂലാ ചുൽത്താഹേ എന്നെഴുതുക. അടുത്തത് ചോട്ടേക്ക ഹാത്ത് പകടുക്കർ ദൗഡാത്താഹേ. ചെറിയ സഹോദരൻ്റെ കൈ പിടിച്ച് ഓടാറുണ്ടായിരുന്നത് ആരാണ്? ചട്പടാണ്. ചട്പട് ചോട്ടേക്ക ഹാത്ത് പകടുക്കർ ദൗഡാത്താഹേ. ഓരോ കഥാപാത്രത്തിൻ്റെയും സവിശേഷത സെൻറ്റൻസ് ആക്കിയിട്ട് നിങ്ങൾ എഴുതുക എന്നുള്ളതായിരുന്നു ഈ ഒരു ആക്ടിവിറ്റി. അടുത്തത് എന്താണെന്ന് നോക്കാം. കഹാനി സെ ശബ്ദ് ജോഡേ ജുനെ അപ്പിനെ വാക്യമേ പ്രയോഗ കരേ. പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. കഥയിൽ നിന്നും ശബ്ദ ജോഡികളെ കണ്ടുപിടിച്ച് വാക്യത്തിൽ പ്രയോഗമാണ്. എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. ഭായ് ഔർ മേം. അപ്പം ഭായ് ഔർ മേം അത് സെൻറ്റൻസ് ആക്കി വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന നോക്കിയേ. ഭായ് ഔർ മേം സാത്ത് സാത്ത് പഠിത്തേ അവർ സാത്ത് സാത്ത് ഹി ഖേൽത്തേ. അപ്പം അതുപോലെയുള്ള ശബ്ദ ജോഡികൾ ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ചട്പടുക്കോ തൈർന ആത്താഹേ നെറ്റ്കടുക്കോ നാവ് ബനാന ആത്താഹേ ലിഖേ ആപ്കോ ക്യാ ക്യാ ആത്താഹേ. ചട്പടിന് നീന്തൽ അറിയുന്നു, നെറ്റ്കഡിന് തോണി ഉണ്ടാക്കാൻ അറിയുന്നു. എഴുതിയാലും നിങ്ങൾക്ക് എന്തെല്ലാം അറിയുന്നു എന്ന്. എക്സാമ്പിൾ തന്നിരിക്കുന്നത് മുझे സൈക്കിൾ ചലാന ആത്താഹേ. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങൾക്കറിയാവുന്നത് ഇങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഒരു 5ഓളം സെൻറ്റൻസുകൾ അവിടെ തന്നിട്ടുണ്ട്. അതിൽ ശരിയുള്ളത് മാത്രം എഴുതുക എന്നുള്ളതാണ്. നമുക്ക് 5 എന്താണെന്ന് നോക്കാം. ധോനോ ഭായി അപ്പനെ ഗാവ് കെ സ്കൂൾ മേം പഠിത്തേ ഹേ. 2 സഹോദരന്മാരും തങ്ങളുടെ ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. ആ സെൻറ്റൻസ് ശരിയാണോ? 2 സഹോദരന്മാരും തങ്ങളുടെ ഗ്രാമത്തിലല്ല പഠിച്ചിരുന്നത്, അവർ വേറെ ഗ്രാമത്തിൽ പോയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് ശരിയല്ല, തെറ്റാണ്. നെറ്റ്കഡ് കോ ഗിട്ടി പൈരാന ആത്താഹേ. നെറ്റ്കഡിന് ആ പരന്ന കല്ല് വലിച്ചെറിയാൻ പ്രത്യേക രീതിയിൽ എറിയാൻ അറിയാമായിരുന്നു. അത് കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ആണ്. നെറ്റ്കഡ് ഹമേശ രോത്തെ ഹുയെ സ്കൂൾ ആത്താഹേ. നെറ്റ്കഡ് എപ്പോഴും കരഞ്ഞുകൊണ്ടായിരുന്നു സ്കൂളിൽ പോകുന്നത്. ഈ സെൻറ്റൻസ് ശരിയാണോ? അല്ല. അവൻ വളരെ ആനന്ദത്തിൽ എല്ലായിടവും നിരീക്ഷിച്ചു കൊണ്ടൊക്കെയായിരുന്നു അവൻ പോയിരുന്നത്. അപ്പം 3ാമത്തെ സെൻറ്റൻസ് തെറ്റാണ്. ബഡാ ഭായി 5വീം കക്ഷാമേം പഠിത്താ ഹേ. മൂത്ത സഹോദരൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അത് കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ആണ്.
छटपट को स्कूल के रास्ते में कई बार छोटे का इंतजार करना पड़ता है. ചട്ട്പടിന് സ്കൂളിൽ പോകുന്ന വഴിയിൽ പലപ്പോഴും കൊച്ചു സഹോദരനെ പ്രതീക്ഷിച്ചങ്ങനെ നിൽക്കേണ്ടതായി വരാറുണ്ടായിരുന്നു. അതും ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള സെൻറ്റൻസുകൾ ഏതെല്ലാമാണ്? രണ്ടാമത്തേതും നാലാമത്തേതും അഞ്ചാമത്തേതും. അടുത്ത ക്വസ്റ്റ്യൻ, അനുഭവ് ബാണ്ഡെ. നിങ്ങളുടെ അനുഭവം പങ്കുവെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചട്ട്പട്ട് और नटखट एक दूसरे को नाव बनाना और नदी में तैरना सिखाने का वादा करते हैं. इसी प्रकार का आपका कोई अनुभव बांटे എന്ന് പറഞ്ഞാൽ ചട്ട്പട് നട്കടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോണി ഉണ്ടാക്കാൻ പഠിപ്പിക്കാമെന്നും അതുപോലെ തന്നെ നദിയിൽ നീന്താൻ പഠിപ്പിക്കാമെന്നും വാക്കു കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്രകാരം ആപ്കാ കോയി അനുഭവം ബാണ്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പങ്കുവെക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പോസ്റ്റർ തയ്യാർ കരയും. ഒരു പോസ്റ്റർ നിർമ്മിക്കാനാണ്. ചട്ട്പട്ടിനെ നദിമേം കൂതുക്കർ നട്കടിക്ക് ജാൻ ബച്ചായി. ചട്ട്പട് നദിയിലേക്ക് എടുത്തു ചാടി ഇളയ സഹോദരനായ നട്കടിൻ്റെ ജീവൻ രക്ഷിച്ചു. മാൻലേ ഇസ് പർ സ്കൂൾ മേ ബധായി സമാരോഹ് ഹോ രഹാ ഹെ. നമ്മൾ സങ്കല്പിച്ചാലും സ്കൂൾ മേ ബധായി സമാരോഹ് ഹോ രഹാ ഹെ, അവരുടെ സ്കൂളിൽ ഒരു അഭിനന്ദന സമ്മേളനം നടത്തുകയാണ്. ഇസ്കേലിയെ പോസ്റ്റർ തയ്യാർ കരയും. ഇതിനു വേണ്ടി പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ചട്ട്പടിനെ പ്രശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചട്ട്പടിനെ ബധായി അറിയിച്ചുകൊണ്ട് അഭിനന്ദനം അറിയിച്ചുകൊണ്ടിട്ടുള്ള ഒരു പരിപാടി സ്കൂളിൽ നടത്തുകയാണ്. അതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ദിവസം വേണം, ഡേറ്റ് വേണം, എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ പോസ്റ്റർ തയ്യാറാക്കാൻ. ബഹാദുർ ചട്ട്പട്ട് കാ ബധായി സമാരോഹ്. പ്രസിദ്ധനായ ചട്ട്പടിൻ്റെ ആശംസാ പരിപാടി. ഛോട്ടെ ഭായിക്ക് ജാൻ ബച്ചാക്കർ ബഡേനെ കിയാ കമാൽ. ചെറിയ സഹോദരൻ്റെ ജീവൻ രക്ഷിച്ച് മുതിർന്ന സഹോദരൻ ഒരു മാതൃകയായി മാറി. അപ്പം ഈ പരിപാടിയിൽ മുഖ്യ അതിഥി അരുൺ IPS ജില്ലാ പോലീസ് അധികാരിയായ അരുൺ IPS ആണ് ഇവിടെ അതിഥിയായി വരുന്നത്. ഇതേ മോഡലിൽ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ, ഇതൊരു മോഡൽ മാത്രമാണ്. അതുപോലെ ഇവിടെ വെച്ചാണ് നടത്തുന്നത്. അപ്പം നമുക്കിവിടെ കൊടുക്കാം സ്കൂൾ സഭാഗൃഹമേ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. ഇനി ഡേറ്റ് വേണം, ദിവസം വേണം അല്ലേ. 2024 ബുധവാർ ജൂൺ 20 രാവിലെ 10 മണി അല്ലേ. അവിടെ കൊടുത്തിട്ടുണ്ട് 20 ജൂൺ 2024 ബുധവാർ സുബഹ് 10 ബജെ. അതുപോലെ തന്നെ നമുക്കെല്ലാവരെയും സ്വാഗതം ചെയ്യണം. സബ്കാ ഹാർദിക് സ്വാഗത്. എന്നിട്ട് സ്കൂൾ അധികാരി എന്നോ അല്ലെങ്കിൽ PTA എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിൻ്റെ ചുവട്ടിൽ എഴുതേണ്ടതുണ്ട്. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചർച്ചാ കരേം, ചർച്ച ചെയ്യാനാണ്. മാൻലേ ആപ്കോ തൈർന നഹി ആത്ത. നിങ്ങൾക്ക് നീന്താൻ അറിയില്ല എന്ന് വിചാരിക്കുക. നട്കട് की जान बचाने के लिए, നട്കടിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആപ് ക്യാ കർത്തേ, നിങ്ങൾ എന്തെല്ലാം ചെയ്യും. അപ്പോൾ താങ്കൾ എന്തെല്ലാം ചെയ്യും എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. നീന്തൽ അറിയില്ലെങ്കിൽ പോലും എങ്ങനെയാണ് ഒരാൾ വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. അടുത്ത നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സമച്ചയം ലിഖേ, മനസ്സിലാക്കിയാലും എഴുതിയാലും. നമൂന ദേക്കെ, മാതൃക നോക്കുക. രേഖാങ്കിത അംശ പർ ധ്യാൻ ദേ. രേഖാങ്കിത അംശം എന്ന് പറഞ്ഞാൽ അവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗത്തെ ശ്രദ്ധയോടെ നോക്കുക. അർത്ഥഭേദ സമച്ചയം, അർത്ഥവ്യത്യാസം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ നോക്കിക്കേ. ആദ്യത്തെ ബോക്സിൽ കുറേ 4ഓളം സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ചട്ട്പട്ട് ദൗഡ് ലഗാത്ത ഹേ, ചട്ട്പട്ട് और नटखट दौड़ लगाते हैं, मछली तैरती है, नदियाँ बहती हैं. ഇവിടെ ആദ്യത്തെ ബോക്സിൽ തന്നവയെല്ലാം സാമാന്യ വർത്തമാനകാല സെൻറ്റൻസുകളാണ്. ഒരു പ്രവൃത്തി നമ്മൾ ഇപ്പോൾ ചെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ ബോക്സിലേക്ക് വരുമ്പോൾ ചട്ട്പട് ദൗഡ് ലഗാത്താഹേ എന്ന സെൻറ്റൻസ് എങ്ങനെ മാറിയിട്ടാണ് രണ്ടാമത്തെ ബോക്സിലുള്ളത് നോക്കിയേ. ചട്ട്പട് ദൗഡ് ലഗാ രഹാഹേ. ഇവിടെ താൽക്കാലിക വർത്തമാനകാല രൂപത്തിലാണ് സെൻറ്റൻസ് ഉള്ളത്. അർത്ഥത്തിന് ചെറിയൊരു വ്യത്യാസം വരുന്നു എന്നേ ഉള്ളൂ. തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ചട്ട്പട് ആദ്യത്തെ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന ചട്ട്പട് ഓടുന്നു എന്ന സെൻറ്റൻസ് ചട്ട്പട് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സെക്കൻഡ് ലൈനിലേക്ക് വരുമ്പോൾ, സെക്കൻഡ് ബോക്സിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ആദ്യത്തെ ബോക്സിലെ ചട്ട്പട് ദൗഡ് ലഗാത്താഹേ എന്ന സെൻറ്റൻസിൽ എന്ത് മാറ്റമാണ് ഇപ്പുറം വന്നപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ചട്ട്പട് ദൗഡ് ലഗാ രഹാഹേ ആയി. അപ്പം പ്രവൃത്തി ചെയ്യുന്ന ആൾ
സിംഗുലർ അല്ലെങ്കിൽ ഏകവചന പുല്ലിംഗ ശബ്ദങ്ങളാണെങ്കിൽ ലഗ രഹാഹെ എന്നാണ് അവസാനിക്കുക. അപ്പോൾ അടുത്ത സെൻറ്റൻസുകൾ പറയുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. രണ്ടാമത്തെ സെൻറ്റൻസ് ചട്പട്ട് ഔർ നട്കട്ട് ദൗഡ് ലഗാത്തേ ഹൈം. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അല്ലേ. ചട്പടും നട്കടും ഓടുന്നു എന്ന സെൻറ്റൻസാണ് ലഗാത്തേ ഹൈം എന്നിൽ വന്നിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ബോക്സിലേക്ക് വരുമ്പോൾ താൽക്കാലിക വർത്തമാന കാലത്തിൽ എങ്ങനെയാണ്? ചട്പട്ട് ഔർ നട്കട്ട് ദൗഡ് ലഗ രഹേ ഹൈം എന്ന് വന്നു. ചട്പടും നട്കടും ഓടിക്കൊണ്ടിരിക്കുന്നു എന്നായി. എന്നാൽ മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. മച്ചിലെ തൈർത്തി ഹേ. മത്സ്യം നീന്തുന്നു. അപ്പോൾ താൽക്കാലിക വർത്തമാന കാലത്തിലേക്ക് വരുമ്പോഴോ മച്ചിലി തൈർ രഹി ഹേ. അവിടെ സ്ത്രീലിംഗ ശബ്ദമാണ് മച്ചിലി, അതുകൊണ്ടാണ് തൈർത്തി ഹേ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്താകും? തൈർ രഹി ഹേ ആകും. ഇനി നദിയാം ബഹത്തി ഹൈം. നദി ഒഴുകുന്നു, നദികൾ ഒഴുകുന്നു എന്നാണ്. ബഹത്തി ഹൈം ബഹുവചന പദം വന്നതുകൊണ്ടാണ് ഹൈം വന്നിരിക്കുന്നത്. അതിനെ താൽക്കാലികത്തിലേക്ക് നമ്മൾ മാറ്റി കഴിയുമ്പോൾ നദിയാം ബഹ് രഹി ഹൈം എന്ന് വന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെ മാറ്റി എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിൽ വർത്തമാനകാല സെൻറ്റൻസുകളുടെ രൂപങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് അടുത്ത ബോക്സ് നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽ കർ ലിഖേ. മാതൃകയ്ക്ക് അനുസരിച്ച് വാക്യത്തെ മാറ്റി എഴുതുക എന്ന് പറഞ്ഞു. ആദ്യത്തെ ബോക്സിലൊക്കെ വരേണ്ടത് സാമാന്യ വർത്തമാനകാല സെൻറ്റൻസുകളാണ്. താഹേ, തീഹേ, തേഹൈം, തേഹോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവസാനിക്കുക. എന്നാൽ സെക്കൻഡ് ബോക്സിലേക്ക് വരുമ്പോൾ അത് താൽക്കാലിക വർത്തമാന കാലത്തിലേക്ക് വരണം. അവയുടെ പ്രത്യേകത രഹാഹേ, രഹി ഹേ, രഹേ ഹൈ സെൻറ്റൻസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ ഒന്ന് നോക്കാം. നട്കട് രോത്താഹേ എന്നത് സാമാന്യ വർത്തമാന കാലത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബോക്സ് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പം നമ്മളത് താൽക്കാലികത്തിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും? നട്കട് രോ, അവിടുത്തെ താഹേ മാറ്റിക്കളഞ്ഞിട്ട് രഹാഹേ എന്നാക്കണം. നട്കട് രോ രഹാഹേ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വരിയിലെ ഫസ്റ്റ് ഭാഗം ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുകയാണ്. സെക്കൻഡ് ഭാഗം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലെ സാമാന്യ വർത്തമാന കാലത്തെ കണ്ടുപിടിക്കണം. ചട്പട്ട് ഔർ നട്കട്ട് സ്കൂൾ സേ ആ രഹേ ഹൈം എന്നത് നമ്മൾ സാമാന്യ വർത്തമാന കാലത്തിലേക്ക് പറയുമ്പോഴോ ചട്പട്ട് ഔർ നട്കട്ട് സ്കൂൾ സേ ആത്തേ ഹൈം എന്ന് വരും. അതേപോലെ തന്നെയാണ് അടുത്ത ബോക്സും ഫില്ല് ചെയ്യാനുള്ളത്. നാവ് ചൽ രഹി ഹേ എന്ന് ഈ സൈഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? നാവ് ചൽത്തി ഹേ. സർദിയാം ശുരു ഹോത്തി ഹേ എന്നത് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? സർദിയാം ശുരു ഹോ രഹി ഹൈം. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബാത്ചീത്ത് എഴുതാനാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ചട്പടും അമ്മയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് मान लें नटखट ने घर पहुंचकर रास्ते के सारी घटनाएं माँ को बता दी. दोनों के बीच की बातचीत लिखे. നട്കട് വീട്ടിലെത്തിച്ചേർന്ന് വഴിയിൽ കണ്ട മുഴുവൻ കാര്യങ്ങളും വഴിയിൽ നടന്ന മുഴുവൻ സംഭവങ്ങളും അമ്മയോട് പറയുന്നു. രണ്ടുപേരുടെയും കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. നട്കട് മാം രാസ്തേ മേ ബഹുത് മസേദാർ ബാത് ഹുയി. നട്കട് പറയാണ്, അമ്മേ ഇന്ന് വഴിയിൽ വളരെ രസകരമായൊരു സംഭവം ഉണ്ടായി. മാ അച്ഛാ ക്യാ ഹുവാ ബതാവോ നട്കട്. എന്താ മോനെ കാര്യം പറയൂ. നട്കട് മാ സ്കൂൾ സേ ലൗട്ട് രഹേ ദേ. അമ്മേ ഞങ്ങൾ സ്കൂളിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. അവർ ജബ് പുൽ പർ പഹുഞ്ചെ. എപ്പോഴാണോ പാലത്തിൽ എത്തിച്ചേർന്നത്. തോ മെന്നെ സോച്ചാക്കി. അപ്പം ഞാൻ ചിന്തിച്ചു നദി കിനാരെ ജാക്കർ കാഗസ് കി നാവേം ബഹാവും. നദീതീരത്ത് പോയിട്ട് കടലാസിന്റെ തോണിയൊന്നും ഒഴിക്കാലോ എന്ന് ഞാൻ വിചാരിച്ചു. മാ അപ്പം അമ്മ തും പുൽസേ നീച്ചെ ക്യോं ഗയേ. നീ എന്തിനാണ് പാലത്തിന്റെ താഴേക്ക് പോയത്? യഹ് ഖത്രാനക് ഹോ സക്താ ഥാ നട്കട്. അത് വളരെ ഭയാനകമാണ് കേട്ടോ നട്കടെ. ഇനി നീ അങ്ങനെ പോകല്ലേ എന്നമ്മ പറയുന്നു. നട്കട് മാ മുझे लगा कि यह मज़ेदार होगा लेकिन फिर मेरा पैर फिसल गया और नदी में गिर गया. നമ്മുടെ നട്കട് പറയാണ്, അമ്മേ മുझे लगा कि എനിക്ക് തോന്നി യഹ് മസേദാർ ഹോഗ ഇത് വളരെ രസകരമായിരിക്കും. ലേക്കിൻ എന്നാൽ ഫിർ പിന്നീട് മേരാ പൈർ എൻ്റെ കാല് ഫിസൽ ഗയ വഴുതിപ്പോയി അല്ലെങ്കിൽ തെന്നിപ്പോയി. അവർ മേ നദി മേ ഗിർ ഗയ ഞാൻ നദിയിലേക്ക് വീണുപോയി. അമ്മ ക്യാ തും നദി മേ ഗിർ ഗയേ ഫിർ ക്യാ ഹുവാ. അമ്മ ക്യാ എന്ത്? നീ നദിയിൽ വീണെന്നോ? പിന്നെ എന്ത് പറ്റി? എന്താണ് ഉണ്ടായതെന്നൊന്ന് പറയൂന്ന് അമ്മ നട്കടിനോട് പറയാണ്. നട്കട് ചട്പട്ട് ഭയ്യാനെ മുझे देख लिया और तुरंत ही नदी में कूदकर मुझे बचा लिया. ജ്യേഷ്ഠനായ ചട്പട് എന്നെ ഈ അവസരത്തിൽ കാണുകയും പെട്ടെന്ന് തന്നെ എന്നെ നദിയിൽ ചാടി രക്ഷപ്പെടുത്തുകയും ചെയ്തു.
ഉമ്മ ചട്പട് തുമേ ബച്ചാലിയാ. ആഹാ, ചട്പട് നിന്നെ രക്ഷിച്ചെന്നോ? ഓ സച്ച് മേ ബഹുത്ത് ബഹാദുർ ഹേ തും ടിക്ക് ഹോനാ. നീ പറയുന്നത് ശരിയാണോ? അവൻ യഥാർത്ഥത്തിൽ ഒരു ശക്തിശാലി തന്നെ, അല്ലെങ്കിൽ അവൻ വല്ല ധൈര്യവാൻ തന്നെ എന്ന് അമ്മ പറയുന്നു. നട്കട് ഹാ അമ്മ, അതെ അമ്മേ. ചട്പട് ഭയ്യാനെ മുझे ജൽദി സേ നിക്കാൽ ലിയ. ചട്പട് എന്നെ പെട്ടെന്ന് തന്നെ വന്ന് ആ കരയിലേക്ക് എത്തിച്ചു. മുझे തൈർനാ നഹി ആത്ത. എനിക്കാണെങ്കിൽ നീന്താൻ അറിയില്ലായിരുന്നു. ലേക്കിൻ ചട്പട് ഭയ്യാക്കോ ആത്താ ഹേ. എന്നാൽ ചട്പടിന് നന്നായിട്ട് നീന്താൻ അറിയാമായിരുന്നു. ഉമ്മ തുമ്നെ ബഹുത്ത് ഗലത്ത് കിയ. നീ എന്തൊരു തെറ്റാണ് ചെയ്തത് നട്കട്. തും ജാൻതേ ഹോ കി പാനി കിത്തന ഖത്തർനാക്ക് ഹോ സക്താ ഹേ. നിനക്കറിയോ വെള്ളം എന്ന് പറയുന്നത് എത്ര അപകടകരമായ ഒന്നാണെന്ന്. തുമേ കഭി ബി ഐസാ നഹി കർണാ ചാഹിയേതാ. ഇനി ഒരിക്കലും നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് അമ്മ നട്കടിനോട് പറയാണ്. നട്കട് മാ മുझे പതാ ഹേ. നട്കട് പറയണ അമ്മേ എനിക്കറിയാം. മേ ബഹുത്ത് ഡർ ഗയാ താ. ഞാൻ വല്ലാതെ പേടിച്ചു പോയിരുന്നു. ചട്പട് ഭയ്യാനെ മുझे ഡാണ്ടാ ബി. സഹോദരൻ എന്നെ വഴക്കു പറഞ്ഞു. ലേക്കിൻ ഫിർ ബി മുझे തസല്ലി ദി. എന്നാലും എനിക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. ഫിർ ഹംനെ ദൗഡ് ലഗായി താക്കി ഹമാരെ കപ്പടെ സുക്ക് ജയെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടി. അപ്പം ഞങ്ങളുടെ വസ്ത്രമൊക്കെ ഉണങ്ങി. മാ ഇസലിയെ തുമാരെ കപ്പടെ സൂക്ക് ഗയേ. അതുകൊണ്ടാണോ നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ ഉണങ്ങിയത്? തും ദോനോനെ സഹി കിയ. നിങ്ങൾ രണ്ടുപേരും നല്ല ശരിയായിട്ടാണ് ചെയ്തത്. ലേക്കിൻ തുമേ ഐസി ശരാരത്തെ നഹി കർണേ ചാഹിയേതി. ഇനി നീ ഇങ്ങനെയുള്ള വികൃതികളൊന്നും കാട്ടരുത്. തും സമച്ച് രഹേ ഹോന. നിനക്കിതൊക്കെ മനസ്സിലായോ മോനെ എന്ന് അമ്മ നട്കടിനോട് ചോദിക്കുന്നു. അമ്മ ബഹുത്ത് അച്ചി ബാത്ത് ഹേ. വളരെ നല്ല കാര്യമാണ്. ജബ് ജാവോ ഓർ ധ്യാൻ രഖിനാക്കി ആകെ സെ ഐസി ശരാരത്തെ മത്ത് കർണ. ഇനി മുതൽ നീ ശ്രദ്ധിക്കണം. ഇനി മുമ്പോട്ടേക്ക് ഇങ്ങനെയുള്ള വികൃതികളൊന്നും നീ ചെയ്യരുത്. നട്കട് പറഞ്ഞു ഹാ അമ്മ, ശരി അമ്മേ, മേ യാത് രഘുങ്ക. ഞാനിതെല്ലാം ഓർത്തോളാം. ഇനി ഞാനൊരു വികൃതിയും ചെയ്യില്ല എന്ന്. അപ്പം അമ്മയും നട്കടും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മൾ കണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓഡിയോ ബനായെ. അപ്പോൾ ഈ കഹാനിക്ക ഓഡിയോ തയ്യാർ കരേ. ഈ കഹാനിയുടെ ഒരു ഓഡിയോ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചട്പട് ഔർ നട്കട് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഈ പാഠഭാഗത്തിൽ നിന്ന് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ ഡയറി പോലെയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും തുടർന്നുള്ള വീഡിയോകൾ കിട്ടാനായി ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ.